ഈ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ കേസിൽ ഒന്നുകിൽ നമുക്ക് ഷിയർ സ്ട്രെസ് വാല്യൂസ് തരും ഡയറക്റ്റായിട്ട്, അതോടൊപ്പം തന്നെ പിന്നെ നോർമൽ ലോഡ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് വാല്യൂസ് തരും. നമ്മൾ പ്ലോട്ട് ചെയ്യുക, സിയും ഫൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനി അതല്ലാതെ നമുക്ക് തരാവുന്ന പ്രോബ്ലംസിൽ ഒന്നാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് on sand C is equal to 0 gave a failure shear stress of 70 kN per meter square when the normal load was 200 kN per meter square. അപ്പോൾ ഒറ്റ ലോഡുകളെ തന്നിട്ടുള്ളൂ. Draw the Morse circle and Morse envelope and find the principal stresses at failure and the orientation of the principal planes. Draw the Morse circle and Morse envelope and find the principal stresses at failure and the orientation of the principal planes. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്? ഒരു ഷിയർ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്, അതേപോലെ ഒരു നോർമൽ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഫൈ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് വൈ കോർഡിനേറ്റ്സ് പോലെ നമുക്ക് എഴുതാം. ഒന്ന് സിഗ്മയും ഒന്ന് ടോയും. സിഗ്മയുടെ വാല്യൂ 200, ടോയുടെ വാല്യൂ 70. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ഫൈ എന്ന് പറയുമ്പോൾ സിഗ്മ കോമ ടോ എന്ന് പറയണമെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ഇവിടെയും ടോ എന്ന് പറയുന്നത് ഓർഡിനേറ്റും ആയിരിക്കും, ഇത് ആക്സിസ് ആയിരിക്കും. അപ്പം ടാൻ ഫൈ എന്ന് പറയുമ്പോൾ ടോ ബൈ സിഗ്മ, അതായത് 70/200. ആംഗിൾ നമുക്ക് 19.29 കിട്ടി. ഇനി നമുക്കറിയാം മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 + 5/2 വിത്ത് ദി ഹൊറിസോണ്ടലാണ്. ആംഗിൾസ് വിത്ത് ഹൊറിസോണ്ടലാണ്. ആംഗിൾസ് വിത്ത് ദി ഹൊറിസോണ്ടൽ നമുക്കറിയാം. ആംഗിൾസ് വിത്ത് ദി ഹൊറിസോണ്ടൽ 45 + 5/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈയുടെ വാല്യൂ കിട്ടിയെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻ എത്രയാണ് മേക്ക് ചെയ്യുന്നതെന്ന് അറിയാം. 45 + 19.29 / 2 54.645 കിട്ടി. സിമിലർലി മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് എത്രയാണെന്നുള്ളത് 45 - 5/2 = 45 - 19.29/2 നമുക്ക് 35.355 എന്ന് കിട്ടി. ഇനി നമുക്ക് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസും കിട്ടും. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മോസ് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വാല്യൂസ് കിട്ടും. അപ്പോൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് σ3 = 200 നമ്മുടെ നോർമൽ ലോഡ് മൈനസ് 70 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഷിയർ ലോഡ് ഡിവൈഡഡ് ബൈ ദ ആംഗിൾ മെയ്ഡ് ബൈ ദി മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ വിത്ത് ദി ഹൊറിസോണ്ടലാണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് എടുക്കുന്നത് ടാൻ 54.645. അപ്പോൾ നമുക്ക് വാല്യൂ 150.34 ഡിഗ്രി എന്ന് കിട്ടി. ഇനി സിമിലർലി മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ വാല്യൂ എന്ന് പറയുന്നത് 200+ ആണ്, പ്ലസ് 70 എന്ന് പറയുന്നത് നമ്മുടെ ഷിയർ ലോഡ് ഡിവൈഡഡ് ബൈ ടാൻ 35.355. ഇതെന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഇനി ഇതല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാനൂടെ പറ്റും. നമുക്കിപ്പോൾ ടാൻ ഫൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആംഗിൾ കിട്ടി. ഇത് വെച്ചതിന് ശേഷം നമുക്ക് മോർ സർക്കിൾ ഡയറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. മോർ സർക്കിൾ ഡയറക്റ്റായിട്ട് ഈ ആംഗിൾ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 150ഉം 298ഉം എന്നുള്ള ഈ രണ്ട്, അതായത് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഡയറക്റ്റ് മോർ സർക്കിളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിനുശേഷം മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ആംഗിൾസും നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ പ്രൊസീജിയർ നമ്മൾ മോർ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യമേ നമുക്ക് 5 ഡിഗ്രി കിട്ടിയതിന് ശേഷം ഈ ഇക്വേഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസ് കിട്ടും. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാണ് നമ്മുടെ മോർ സർക്കിൾ. അപ്പം ഇവിടെ വരയ്ക്കുന്ന സമയത്ത് സിഗ്മ എ, അതായത് ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ് വാല്യൂസും സെയിം സ്കെയിലിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്കറിയാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാവുന്നത് ഏതാണ്? എക്സ് 200ഉം വൈ 70 എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. 200/70. അത് കഴിഞ്ഞതിന് ശേഷം അത് സീറോയിലേക്ക്, കൊഹഷൻ 0 ആണെന്ന് പറഞ്ഞതുകൊണ്ട് സീറോ ആണ്. സീറോയിൽ നിന്ന് നമ്മളൊരു ആംഗിൾ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താണ്? നമ്മുടെ ഫെയിലിയർ എൻവലപ്പാണ്. ഈ ഫെയിലിയർ എൻവലപ്പ് നമ്മൾ വരച്ചു. അപ്പോൾ ടാൻജൻറ്റ് നമുക്കറിയാം, സർക്കിളിൻ്റെ കേസിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ടാൻജൻറ്റ് മേക്സ് ആൻ ആംഗിൾ 90 ഡിഗ്രി വിത്ത് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? മോർ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വിത്ത് നമ്മുടെ കോമ്പസിൻ്റെ സെൻറ്റർ ഇവിടെയും പെൻസിൽ ഇവിടെയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം?
അപ്പോൾ സെൻറ്റർ ഇതാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ 200-ൽ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റ് വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എന്താണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഡയറക്റ്റായിട്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. ഇനി ഇതിന് ശേഷമാണ് നമുക്ക് എത്രയാണ് ഇൻക്ലിനേഷൻ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മേക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ആംഗിളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 35.355 ഡിഗ്രിയാണ്. അപ്പോൾ 35 ഡിഗ്രിയിൽ നമ്മളത് ആംഗിൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ വെച്ചുകൊണ്ട് നമുക്ക് 35 ഡിഗ്രി ഇൻക്ലിനേഷനിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. 35 ഡിഗ്രി ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ആ ഇൻക്ലിനേഷൻ വരച്ചു. ഇതെത്രയാണ്? 35.355 ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ. ഇനി അടുത്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 45 + 5/2 ആണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിന് മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ. അപ്പോൾ അതെത്രയാണ്? 54.645. 54.645 ഡിഗ്രിയാണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ നമുക്ക് 298 ആണ്. ആ വാല്യൂവിൽ കീപ്പ് ചെയ്തുകൊണ്ട് 54 ഡിഗ്രി മാർക്ക് ചെയ്ത് ലൈൻ വരയ്ക്കുക. ഇതാണ് ആ ലൈന്. അപ്പോൾ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനും മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്, P. അപ്പം ഇത്രയേ ഉള്ളൂ ആൻസർ.